ഹായ് ഗായ്സ്, എല്ലാവർക്കും ആർക്കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്ന കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതിൻ്റെ വ്ളോഗ് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ. ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ആനയുടെ പ്രതിമയൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പൊസിഷൻ തന്നെ ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാൻ മനോഹരമായിട്ട്. പിന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് വാഹനങ്ങളൊക്കെ എന്തായാലും സുഖമായിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെയുള്ള ചുമരുകളിലോ എല്ലായിടത്തും ഓരോരോ ചിത്രങ്ങളും. ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ തന്നെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളിൽ സീനിയർ സിറ്റിസൺ, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 449 രൂപയും 5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 549 രൂപയും അഡൽറ്റിന് 849 രൂപയാണ് കേട്ടോ. വീക്കെൻഡ് ദിവസങ്ങളിൽ ഓരോന്നിനും 50 രൂപ വെച്ച് കൂടും കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വിശാലമായിട്ടുള്ള ഒരുപാട് പൂളുകളാണ് കേട്ടോ. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒന്നിനും കൊള്ളില്ല. കാരണം ഇവിടുത്തെ ഫുഡ് സാധാരണക്കാൾ വളരെ റേറ്റ് കൂടുതലും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഒട്ടും കൊള്ളാത്ത ഫുഡാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കിഡ്സ് ഏരിയ. ഇവിടെ നമുക്ക് കുട്ടികളാക്കി ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ബാക്കിയുള്ളതിലൊക്കെ കയറാം. കാരണം കുട്ടികളെ നോക്കാനായിട്ട് ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റാഫ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നമ്മളോട് ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ലിയാണ്. നമ്മളോട് എപ്പോഴും ഒരു ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവരുണ്ടാവുക. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് കേട്ടോ ഇവിടെ മൊത്തത്തിലുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ കുറേ റൈഡുകൾ ഇതുണ്ട്, സീസോയും ഊഞ്ഞാലും, അങ്ങനെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ കിഡ്സ് ഏരിയ. ഇവിടെ ആക്കി നമുക്ക് ധൈര്യമായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവുകയും ചെയ്യാം. കുട്ടികൾക്കും എൻജോയ് ചെയ്യാം, നമുക്കും എൻജോയ് ചെയ്യാം കേട്ടോ. നല്ലൊരു കാര്യം തന്നെയാണ് ഇത് ഇവിടെ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെയും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഏർപ്പെടാം. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ റൈഡുകളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന മുതിർന്നവർക്ക് ഇഷ്ടംപോലെ റൈഡുകളുണ്ട് കേട്ടോ. അത് വെള്ളത്തിലായിട്ട് പൂളിൽ കുറേ ഉണ്ട്. പിന്നെ പൂളല്ലാത്ത കുറേ റൈഡുകളുണ്ട്. നമ്മളവിടെ വന്നപ്പോൾ തന്നെ മഴയായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ. ആ മഴയാകുമ്പോൾ പ്രത്യേക തരത്തിലുള്ള വ്യൂ ആണ് കേട്ടോ. ചുറ്റുഭാഗത്തും കോട വന്നിട്ട് നമ്മൾ ഈ ഒരു പാർക്ക് വരുന്നത് സ്കൈവേ എന്നാണ് നമ്മുടെ ഈ ഒരു പാർക്കിൻ്റെ പേര്. ഇതൊരു വാട്ടർ തീം പാർക്കാണ്. അപ്പോൾ ഇത് വരുന്നത് ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മഴയൊക്കെ പെയ്ത സമയത്ത് ഇവിടെ കോട കാണാം. കോട ഒരു പുക പോലെ, നമുക്ക് അത് കാണുമ്പോൾ പുകയാണെന്നേ തോന്നും, പക്ഷെ അതൊരു കോടയാണ്. നമുക്ക് മനോഹരമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കെന്നില്ല കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. ഒരുപാട് അഡ്വഞ്ചേഴ്സ് റൈഡുകളുണ്ട്. അതിലൊന്നും കയറിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ ഹൊറർ ഹൗസ്, 3D ഇതൊക്കെ എല്ലായിടത്തും ഉള്ള സാധനങ്ങളാണെങ്കിലും ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ഒരു അതിർത്തി പ്രദേശമായിട്ടുള്ള കക്കാടംപൊയിൽ സ്കൈവേ വാട്ടർ തീം പാർക്ക് കേട്ടോ. ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ പ്രവൃത്തി സമയമാണ് കേട്ടോ. ഇനി ഇവിടെ ധാരാളം റൈഡുകൾ വരാനുണ്ട് കേട്ടോ. സ്കൈ സൈക്ലിങ്ങും അതുപോലെ തന്നെ സിപ്പ് ലൈനും ഒക്കെ ആയിട്ട് ഒരുപാട് റൈഡുകൾ വരാനുണ്ട്. ഈ ഒരു പാർക്കിന് പ്രത്യേകത ഇത് ഈ ഇടയായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇത്ര റൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്തായാലും റൈഡൊക്കെ ഇനിയും വരാനുണ്ട് കുറേ. ഒരു 849 രൂപയോ മറ്റൊരു ടിക്കറ്റൊക്കെ എടുത്ത് കയറിയാൽ രാവിലെ 11 മണിയാകുമ്പോഴേക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 5 മണിയാവുന്നതൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ ഒരു ഹൊറർ ഹൗസൊക്കെ ഉണ്ട്. അതിലൊക്കെ കുട്ടികൾക്ക് കയറി എന്തായാലും പേടിയാവും. പ്രേതമൊക്കെ ഇങ്ങനെ ചാടി വീഴുന്ന ആ ഒരു സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ വേവ് പൂള്. അതായത് 2 സമയത്താണെന്ന് തോന്നുന്നു 20 മിനിറ്റോളം തിരമാലകളുടെ ഇടയിൽ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ പറ്റിയൊരു അവസരം. അതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സേഫാണ് കേട്ടോ. ഇഷ്ടംപോലെ ഗാർഡ്സ് നമ്മളെ വാച്ച് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ രക്ഷിക്കാനൊക്കെ ആയിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പോയപ്പോൾ 2:30ക്കും 4:30ക്കും വേവ് പൂൾ ഓപ്പൺ ചെയ്തിട്ട് 2:50 വരെയും 4:50 വരെയും ഉണ്ടായിരുന്നു. 20 മിനിറ്റോളം നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ മുമ്പോട്ട് പോകുന്തോറും നമ്മൾ തിര വന്നിട്ട് ബാക്കോട്ടിടും. ഈ വേവ് പൂൾ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ വേവ് പൂൾ ഓപ്പൺ ആക്കുന്ന 20 മിനിറ്റ് മറ്റ് റൈഡുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും കൂടി നമ്മൾ ഈ ഒരു വേവ് പൂൾ ആക്കുമ്പോൾ വളരെ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ ഒരു പ്രത്യേകതരം വ്യൂ വരാനുണ്ട് കേട്ടോ. ഈ വെക്കേഷൻ കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. സ്ഥലം ഞാൻ ഒന്നുകൂടി പറയാണ്, കക്കാടംപൊയിൽ സ്കൈവേ വാട്ടർ തീം പാർക്ക്. ഗൂഗിൾ മാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എന്തായാലും കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.